മറ്റു വാർത്തകളിലേക്കാണ്. എറണാകുളം HMTക്ക് സമീപം അജ്ഞാത മൃതദേഹം കണ്ടെത്തി. കുവൈത്തിൽ നിന്ന് നാട് കടത്തിയ കൊൽക്കത്ത സ്വദേശി സൂരജ് ലാമയുടെ മൃതദേഹമാണോ എന്ന് സംശയിക്കുന്നതായി പോലീസ് പറയുന്നു. സൂരജ് ലാമയുടെ മകൻ കൊച്ചിയിലെത്തിയ ശേഷം ഈ പറയുന്ന ഫോറൻസിക് റിപ്പോർട്ടുകൾ അടക്കം വന്ന ശേഷം മാത്രമായിരിക്കും ഇതിലൊരു സ്ഥിരീകരണമുണ്ടാവും. CCTV ദൃശ്യങ്ങളിൽ നിന്ന് ലഭിച്ച സൂചനകളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ തിരച്ചിലിലാണ് HMT കമ്പനിക്ക് സമീപത്തെ കാട്ടിൽ നിന്ന് മൃതദേഹം കണ്ടെത്തിയത്. 1.5 മാസം പഴക്കമുണ്ടെന്ന് കരുതുന്ന മൃതദേഹം പൂർണ്ണമായും അഴുകിയ നിലയിലാണ്. സൂരജ് ലാമയുടേതെന്ന് കരുതുന്ന വസ്ത്രങ്ങളും മൃതദേഹത്തിൽ നിന്ന് ലഭിച്ചു. ഇന്ന് പ്രത്യേകിച്ച് ഫയറിന്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന്റെ അടക്കം റിക്വസ്റ്റ് കൊടുത്തിട്ട് ഫയറും കൂടി ചേർന്ന് രാവിലെ ചെക്ക് ചെയ്താണ് നമുക്കൊരു സംശയം തോന്നി. എല്ലാ പ്രദേശവും ലാസ്റ്റ് ഇവിടെയാണ് മിസ്സിംഗ് ആയിരുന്നത്. മൃതദേഹം സൂരജ് ലാമയുടേതെന്ന് ഉറപ്പിക്കാൻ ശാസ്ത്രീയ പരിശോധന നടത്തണം. ഇതിനായി മകൻ സന്തോൺ ലാമ കൊച്ചിയിലെത്തും. നാളെയാണ് പോസ്റ്റ്മോർട്ടം. മകൻ വരും, റിലേറ്റീവ്സ് വരും, എല്ലാവരും വരും. അത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടപടിക്രമങ്ങൾ തുടർച്ച് നടക്കും. കളമശ്ശേരി പോലീസ് കേസെടുത്ത് നടക്കും. കുവൈത്ത് അധികൃതർ കൊച്ചിയിലേക്ക് നാടുകടത്തിയ സൂരജ് ലാമയെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നാണ് കാണാതായത്. ലാമയെ കണ്ടെത്താൻ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരുന്നു. കേരളത്തിന്റെ വിവിധയിടങ്ങളിൽ ലാമയ്ക്കായി സംഘം പരിശോധനയും നടത്തി. സംഭവത്തിൽ കളമശ്ശേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.